യൂണിറ്റിൻ്റെ ബഹുമാന്യരായ വ്യാപാരി സുഹൃത്തുക്കളെ, യൂത്ത് വിങ്ങിൻ്റെയും വനിതാ വിങ്ങിൻ്റെയും നേതാക്കളെ, പ്രവർത്തകരെ, ഏറ്റവും പ്രിയങ്കരനായ യൂണിറ്റിന്റെ നമ്മുടെ ജില്ലയുടെ പ്രിയങ്കരിയായ വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് ശ്രീമതി സൈന ജോർജിനോട് സൈന ജോർജിനെ സംബന്ധിച്ചിടത്തോളം ശൈശവ ദശയാണ്, ബാലാരിഷ്ടതയുടെ കാലഘട്ടമാണ്. എന്നാൽ പാലക്കാട് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം യുവത്വത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കാണുന്നത്. തുടങ്ങി വേദിയിലിരിക്കുന്ന സംഘടനയുടെ കരുത്തരായ വനിതാ വിംഗ് യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന നിയോജക മണ്ഡല യൂണിറ്റ് തലത്തിലുള്ള നവംബർ മാസത്തെ യോഗത്തിൽ 12 പേരുടെ മെമ്പർഷിപ്പ് അപേക്ഷകൾ ലഭിച്ചു തീരുമാനിച്ചു. സ്ഥാപകി എം ജോണിനെ അനുസ്മരിച്ചു പുഷ്പാർച്ചന നടത്തി. ഡിസംബർ മാസത്തെ യോഗത്തിൽ പുതുതായി 7 പേരുടെ മെമ്പർഷിപ്പ് അപേക്ഷകൾ സ്വീകരിച്ചു. ബാക്കി തുക 2000 രൂപ. ഡി കെയറിൽ അംഗങ്ങളെ ചേർത്തിയതിന് കമ്മീഷൻ 8050 രൂപ. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ കുടുംബത്തിൽ അംഗമാവാൻ എനിക്ക് സാധിച്ചു. നമ്മളൊരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ ഏറ്റവും വലിയ സംഘടനയിലെ ഒരു അംഗമാണ് നമ്മൾ എന്നുള്ള ബോധ്യം നമുക്കെല്ലാവരും. പാലക്കാട് പോലെയുള്ള ഒരു യൂണിറ്റിൽ കൃത്യമായി സംഘടനാ പ്രവർത്തനം കൃത്യതയോടുകൂടി നടക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനവും. കാരണം എല്ലാ തരത്തിലും ഇന്ന് വരെ ജില്ലയിൽ നിന്നല്ല സംസ്ഥാനത്തിൽ നമുക്ക് വളരെ അംഗീകാരങ്ങളാണ് വനിതകൾക്ക്. യൂത്ത് വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പ്രതീഷ് പോൾ, വനിതാ വിങ്, പിന്നെ അതുമാതിരി ജില്ലാ യൂത്ത് വിങ് പ്രസിഡന്റ് പ്രതീഷ് പോൾ സാറിന്, പിന്നെ യൂത്ത് വിങ് ചെയർപേഴ്സൺ താജുദ്ദീൻ, പിന്നെ അതുപോലെ തെരഞ്ഞെടുപ്പില് 79 പേരാണ് വോട്ട് ചെയ്തത്. അതില് സുനിൽ ലഭിച്ചത് 31 വോട്ടുകളും ജോജിക്ക് ലഭിച്ചത് 48 വോട്ടുകളുമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 2 വർഷത്തേക്കുള്ള പ്രസിഡന്റായി ജോജിയെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുന്നു. ജോലി സ്റ്റേജിലേക്ക് കടന്നു വന്ന പ്രസിഡന്റ് ഹാൻഡ്ഷേക്ക് കഴിഞ്ഞുകൊണ്ട് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് 4 വർഷമായിട്ട് നമ്മൾ ഒന്നിച്ചാണ് സെക്രട്ടറി ആയിട്ടും ഒക്കെ ഒന്നിച്ചിട്ടുണ്ട്. ഈ 4 വർഷത്തെ നമ്മുടെ പ്രവർത്തനത്തിന്, ഞാൻ എൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നില്ല, നമ്മുടെ പ്രവർത്തനത്തിന് കൂട്ടായി നിന്നത് നമ്മുടെ പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ ട്രഷറർ, അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അവർ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു, കൂട്ടായ പ്രവർത്തനം തന്നെയായിരുന്നു. അല്ലാതെ എൻ്റെ വ്യക്തിഗതമായ കഴിവുകൊണ്ടൊന്നുമല്ല. അങ്ങനെ ആണ് ഈ 4 വർഷം കടന്നുപോയത്. അപ്പോൾ ഈ പ്രസിഡന്റായിട്ട് ആണെങ്കിലും നമ്മളൊക്കെ സാധാരണ കച്ചവടം